നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തകൾ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയതിൻ്റെ 100ാം വാർഷിക ആഘോഷം നടന്നത് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ. ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. നിലവിലെ ന്യൂഡൽഹി മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഉത്തര കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആര്? അലിയ മതി ലോങ്കുമാർ. ഉത്തര കൊറിയയുടെ തലസ്ഥാനം പോങ്ഗ്യാങ്. ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് യുങ്. ഇരട്ട അഗ്നിപർവ്വതമായ ലവോട്ടോബി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ USA നടത്തിയ ആക്രമണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ആക്രമിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ 3ാമത്തെ സംസ്ഥാനം ഏത്? ത്രിപുര. 1ാമത്തെ സംസ്ഥാനം മിസോറാം. 2ാമത്തെ സംസ്ഥാനം ഗോവ. ഉല്ലാസ് പദ്ധതിയുടെ പൂർണ്ണരൂപം ULLAS. അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. 2022 മുതൽ 27 വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം ആരുടേതാണ്? PS ശ്രീധരൻപിള്ള. നിലവിലെ ഗോവയുടെ ഗവർണറാണ് PS ശ്രീധരൻപിള്ള. 2026 T20 ലോകകപ്പിന്റെ വേദി ഇന്ത്യ, ശ്രീലങ്ക. ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളിയാണ് സുരേഷ് ഏറിയാട്ട്. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? അഭയകിരണം. KSRTC ബസ് യാത്രാവിവരങ്ങൾ ലൈവായി അറിയാൻ കഴിയുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ചലോ ആപ്പ്. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ അടിസ്ഥാനത്തിൽ ആദ്യ ആധാരം രജിസ്റ്റർ നടന്നത് ഉജ്ജാർ ഉൽവാർ വില്ലേജ്, കാസർഗോഡ്. ഉജ്ജാർ ഉൽവാർ വില്ലേജ്, കാസർഗോഡ്.